വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ പറ്റിയാണ്. സ്കിൻ എങ്ങനെ ചുളുങ്ങാതിരിക്കാം, സ്കിൻ എങ്ങനെ സപ്പിളായിരിക്കാം, നല്ലതുപോലെ ഇരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ സംസാര വിഷയം. അപ്പം നമുക്ക് നാച്ചുറലി വയസ്സിങ്ങനെ കൂടി വരുമ്പോഴും അല്ലാതെ സ്കിൻ ഭയങ്കരമായിട്ട് ചുളുങ്ങി ഇങ്ങനെ ചുക്കി ചുളുങ്ങി വരുന്നവരൊക്കെ. അപ്പം അത് ഒരു നാച്ചുറൽ ഫിനോമിനാണ്. പക്ഷെ നമുക്കതെങ്ങനെ മാക്സിമം ചുളുങ്ങാതെ നല്ല സപ്പിളായിട്ടിരിക്കാൻ പറ്റും. കഴുത്തിൻ്റെ ഭാഗം, അതുപോലെ തന്നെ കൈയുടെ എല്ലാം, കൈയുടെ വിടവെല്ലാം ഇങ്ങനെ ചുളുങ്ങാതിരിക്കാനായിട്ട്, ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കാനായിട്ടും എന്താണ് ഒരു മാർഗം? അപ്പോൾ ഈ ക്രീമുകളൊക്കെ ഇടുമ്പം ക്രീമിനകത്തെല്ലാം ഈ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും എല്ലാം ആണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് എങ്ങനെയാണ് സ്കിന്നിന് ചുളുങ്ങാതിരിക്കാമെന്ന് നോക്കാം. അപ്പം ഡ്രൈ സ്കിന്നുള്ളവർക്ക് പെട്ടെന്ന് സ്കിൻ ചീത്തയാവും, ഡ്രൈ സ്കിൻ ചീത്തയാവും. അപ്പോൾ നിങ്ങൾ ഈ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിക്കുന്നതോറും സ്കിന്നിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് പോകും. അതുപോലെ തന്നെ അതിൻ്റെ പോറൊക്കെ അടഞ്ഞ് പിന്നെയും കുഴപ്പമാകും. അപ്പം സോപ്പും ഈ ബോഡി ലോഷൻസ് എന്നൊക്കെ പറയുന്നതെല്ലാം വെറും ചെറിയ ചൂടുവെള്ളത്തിൽ ചുമ്മാ കുളിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് തുടച്ചെടുക്കണം. അങ്ങനെ ചെയ്യണം. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പം സോപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊന്നും ഉപയോഗിക്കാൻ ഉണ്ടാക്കിയ സാധനമല്ല. തുണിക്കും തറ കഴുകാനും ഒക്കെ ഉണ്ടാക്കിയ സാധനമാണ്. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം സ്കിന്നിൻ്റെ ക്വാളിറ്റി പിന്നെയും ചീത്തയാവും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ സ്കിന്ന് നല്ലതുപോലെ ഇരിക്കണമെങ്കിലും അധികം ചുളുങ്ങരുത് നമുക്ക് ഇരിക്കണമെങ്കിലും അതിൻ്റെ എലാസ്റ്റിസിറ്റി നാച്ചുറലി പോകും. അപ്പോൾ എലാസ്റ്റിസിറ്റി പോകുമ്പം അതിൻ്റെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ബ്ലഡിൽ കൂടെ വരുന്നത് പാടാണ്. അപ്പോൾ പുറത്ത് നമുക്ക് ഗ്ലിസറിൻ കണ്ടൻറ്റ് പോലത്തെ ഒരു സാധനവും, പിന്നെ നമുക്ക് അതിന് വൈറ്റമിൻ സി കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ കാട്ടുനെല്ലിക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഉള്ളൊരു ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സെറം പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം ഇത് വെള്ളത്തിൽ കലക്കി, മോയ്സ്ചറൈസറും വേണം. മോയ്സ്ചറൈസിങ് വാട്ടർ കൊണ്ട് മോയ്സ്ചറൈസ് ചെയ്താൽ പറ്റുള്ളൂ. അപ്പോൾ വെള്ളവും, ഇപ്പോൾ സ്കിന്നിൽ വെള്ളം വരാത്തതുകൊണ്ട് സ്കിന്നും വെള്ളവും ഈ ഗ്ലിസറിനും ഈ കാട്ടുനെല്ലിക്കയുടെ ജ്യൂസും കൂടെ ചേർന്ന് ഒരു കോട്ട് പോലെ സ്കിന്നിൻ്റെ പുറത്ത് കിടക്കും. അത് ദിവസവും കുളിച്ചതിന് ശേഷം നമ്മൾ ദേഹത്ത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഈ ഡ്രൈനെസ് കുറയുകയും സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല സപ്പിളായിരിക്കും, വലിയാതിരിക്കുകയും ചെയ്യും. ഇവിടുത്തെ സ്കിന്നിങ് ഇങ്ങനെ വലിയാതിരിക്കും, ഇവിടുത്തെ വലിയാതിരിക്കും. നമ്മുടെ തുടയെടുക്കൽ, ലിംഗത്തിനകത്ത്, അതെല്ലാം അവിടെയെല്ലാം ഇതുപോലെ ഈ ലിംഗം ഒരുപാട് ചുരുങ്ങി പോകുന്നതിൻ്റെ കാര്യവും അതിൻ്റെ പുറത്ത് സ്കിന്നിങ്ങനെ ഡ്രൈ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, അപ്പോൾ അതിന് ഇതുപോലെ ഇത് പുറത്തോടെ തേച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ലിംഗം ഇങ്ങനെ തീരെ ചുരുങ്ങി പോകുന്നത് നല്ലതുപോലെ കുറയും. അങ്ങനെയാണ്. അപ്പോൾ അതിന് നല്ലതാണ്. ബോഡിയിലെ ഡ്രൈ സ്കിന്ന് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ കുളിച്ച് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, ഇത് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ സോപ്പും അതുപോലത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഈ സെറം നമ്മുടെ ബോഡി മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ്റെ ക്വാളിറ്റി വളരെ നല്ല രീതിയിൽ നല്ലതാണ്. ചുളുങ്ങിപ്പോകുന്നു, ചുക്കി ചുളുങ്ങുക, അതുപോലെ തന്നെ അതിൻ്റെ ടെൻഷൻ പോവുക, അതെല്ലാം ഇത് കുറയ്ക്കും. അപ്പോൾ ഈ സെറം ഇതുപോലെ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കെമിക്കൽസോ മണമോ കളറുകളോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഞാൻ ചേർക്കാറില്ല. നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം അങ്ങനെയാണ്. നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ആ സാധനവും അതിൻ്റെ കൂടെ ഇതുപോലെ സ്പിറ്റ് ബേസിലുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഗ്ലിസറിനും ചേർത്ത് നമ്മൾ മിക്സറാക്കണം. അപ്പോൾ നിങ്ങൾ വെള്ളവും കൂടെ ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്ത് പുരട്ടുമ്പോൾ ഈ വെള്ളവും ഈ ഗ്ലിസറിനും ഈ സാധനം വൈറ്റമിൻ സി എല്ലാം കൂടി ചേർത്ത് സ്കിൻ ലോക്ക് ചെയ്തിട്ട് സ്കിന്നിൻ്റെ ടെക്സ്ചർ വളരെ നല്ല രീതിയിലാക്കും. അത് മുഖത്തിടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും മേക്കപ്പ് കഴുകി കളഞ്ഞിട്ട് ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ക്വാളിറ്റി വളരെയധികം നല്ലതാകും. ഇത് ബോഡി മൊത്തം തേക്കാം, ഇത് ബോഡി കുട്ടികൾക്കും തേക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം, നല്ലതാണ്. അപ്പം സ്കിന്ന് അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ആ എലാസ്റ്റിസിറ്റി തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അത് വയറിങ്ങനെ വലിയുന്നത്, നമ്മുടെ ബർത്ത് മാർക്ക് കുറയ്ക്കാൻ, അങ്ങനത്തെ കുറേ സാധനങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി പോകുന്നതും കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. കണ്ടിന്യൂസ് ചെയ്യണം, നല്ലതാണ്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. അപ്പം ഇതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ വില 600 രൂപയാണ്. ഏകദേശം 2 months വരും. ഇത് വെള്ളത്തിൽ കലക്കിയിട്ടാണ്, അത് കലക്കേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ കിട്ടിയിട്ട് തന്നെ ഒരു വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് സ്കിൻ ക്ലെൻസർ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സ്കിൻ സെറമാണ്, നല്ലതാണ്.
മൂക്കുരുവിന് കുറയ്ക്കാനും സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും അത് പ്രത്യേകം പറയാം. ഇത് ഈ വെറുതെ സക്കുപോളിയം എന്ന് പറഞ്ഞിട്ടൊരു നെല്ലിക്ക കാട്ടു നെല്ലിക്ക എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ ജ്യൂസിൻ്റെ ഒരു മിക്സറാണ്. അപ്പോൾ അത് മൂക്കുരുവിനും നല്ലതാണ്, സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ്. അപ്പം ടെക്സ്ചറിന് വളരെ നല്ലതാണ്. ഇത്ര കാലം വരെ കണ്ടിന്യൂസ് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം, സ്കിൻ ചീത്തയാവുമല്ലോ. അപ്പം അതുപോലെ കഴുത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഈ സ്കിൻ ചുളുങ്ങുന്നത് കുറയ്ക്കാനൊക്കെ വളരെ വളരെ നല്ലതാണ്. ഏജ് കൂടുന്തോറും കണ്ടിന്യൂസ് ചെയ്യുമെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. ഡ്രൈ സ്കിൻ മാറ്റാനും വളരെ ബെസ്റ്റാണ്. ഈ തണുത്ത കാലാവസ്ഥയിലും എല്ലാം ഇത് കണ്ടിന്യൂസ് ഈ ക്രീമൊക്കെ ഇടുന്ന ഈ കെമിക്കൽസ് അടങ്ങിയ ക്രീമൊക്കെ ഇടുന്നതിനേക്കാളും വളരെ നല്ലതാണ്. ഇത് ജസ്റ്റ് എളുപ്പമാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇതിൻ്റെ അകത്തൊരു അടപ്പുണ്ട്. ആ അടപ്പിലൂടെ അടപ്പൊഴിച്ച് കലക്കിയിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നല്ല ദൂരം ഫുൾ ബോഡി മൊത്തം വരട്ടണം. അതിനകത്തൊരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് എവോപ്പറേറ്റ് ചെയ്ത് നമുക്ക് അറിയില്ല. അതിൻ്റെ ആ ഒരു മയം മാത്രം എപ്പോഴും അവിടെ കാണും. ഒരു ദിവസം ഫുൾ നിൽക്കുകയും ചെയ്യും. നല്ലതാണ്. ലൈറ്റായിട്ട് സൺ പ്രൊട്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം നന്നായിട്ട് മനസ്സിലാവും. ഇത് ദോഷപരമില്ലാത്ത ഒരു സ്കിൻ സെറമാണ്. ഇത് നമ്മളീ പറയുന്ന പോലെ ഒരു പ്രിസർവേറ്റീവ്സും ഒരു സാധനവും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ നല്ലതാണ്. ബോഡി മൊത്തം തേക്കാനും നല്ലതാണ്. അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കും, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.